ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആന്ധ്രാപ്രദേശിലെ ഒരു ജയിലിലാണ് സംഭവം നടക്കുന്നത്. തൂക്കിക്കൊല്ലാൻ 2-3 ദിവസം മാത്രമുള്ള ഒരു പ്രതിയോടെ ജയിലർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ അത് സാധിച്ചു തരാം എന്നീ ജയിലർ ആ പ്രതിയോട് പറയാണ്. ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ അയാൾക്ക് ശിക്ഷ വിധിക്കാനുള്ള കാലാവധി. അപ്പൊ ഇയാള് പറയാണ്, പ്രതി പറയാണ്, എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് ഒരു ദിവസമെങ്കിലും ഒരുമിച്ചൊന്ന് കഴിയണമെന്ന്. ശരിക്കും ഈ ജയിലർ ഞെട്ടിപ്പോയി. അയാളുടെ 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നത്. പലരെയും തൂക്കിക്കൊന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ആവശ്യം ഇതുവരെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പൊ ഈ ജയിലർ പറഞ്ഞു, എനിക്കിതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഞാനിത് മേലധികാരിയുടെ അടുത്ത് പറയാം, നിന്റെ ആവശ്യം ഞാൻ അവരെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എല്ലാവരെയും അറിയിച്ചു, മേലധികാരികളെ എല്ലാവരെയും അറിയിച്ചു. അപ്പോ ജഡ്ജി പറയാണ്, അയാളുടെ ഭാര്യ ഇതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ ഇവിടെ ജയിലിൽ കഴിയുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരു കേസ് കാരണം അയാളുടെ വൈഫ് ഇതിന് തയ്യാറാകുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അയാളുടെ ഭാര്യയുടെ പ്രതികരണം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഈ പ്രതിയുടെ പേര് ശോഭൻ എന്നാണ്. ഈ ശോഭൻ ജയിലിൽ എത്തപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കാം. ഈ പ്രമോദ്, ശോഭൻ എന്ന് പറയുന്നത് 2 സുഹൃത്തുക്കളാണ്. അവർ അയൽക്കാരുമാണ്. അത്രയ്ക്ക് ഒരേ പായയിൽ കിടന്ന് ഒരേ പാത്രത്തിലുണ്ട്. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവരൊരിക്കലും പിരിയാത്ത രീതിയിലുള്ള അത്ര ഫ്രണ്ട്ഷിപ്പാണ്. അവർ രണ്ടാളും കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ മക്കളും എല്ലാം നല്ല സന്തോഷത്തോടുകൂടി ഒരുമിച്ചാണ് ജീവിക്കുന്നത് അടുത്തടുത്ത വീടുകളിൽ. അങ്ങനെ അവർക്ക് 2 പേർക്കും ഒരു കമ്പനിയിൽ ജോലി കിട്ടി. വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് ആ കമ്പനി. ദിവസവും പോയി വരക്കും ഒന്നും നടക്കത്തില്ല. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ കമ്പനിക്ക് അടുത്ത് തന്നെ ഒരു വീട് അവരെടുത്തിട്ട് അവർ 2 പേരും കൂടി അവിടെയാണ് താമസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കമ്പനിയിൽ ഒരു അരുണിമ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ലേഡി സ്റ്റാഫ് വരുന്നത്. അരുണിമ ആ ശോഭനുമായിട്ട് അങ്ങ് അടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ശോഭൻ എന്ന് പറഞ്ഞാൽ നല്ല തമാശക്കാരനാണ്, എല്ലാവരോടും നല്ല സംസാരമാണ്. അതുകൊണ്ട് അരുണിമ പെട്ടെന്ന് തന്നെ ശോഭനുമായിട്ട് അങ്ങ് അടുത്ത്. എന്നാൽ പ്രമോദിന്റെ ക്യാരക്ടർ വേറെ രീതിയാണ്. ഒരു പാവത്തെ പോലെ ഇരുന്ന് ഒരു ഉൾവലിഞ്ഞൊരു സ്വഭാവം, ഒരു ക്യാരക്ടറാണ് ഈ പ്രമോദിന്റെത്. ഈ ശോഭന്റെയും അരുണിമയുടെയും ബന്ധം ഈ പ്രമോദിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അരുണിമ വന്നപ്പോഴേക്കും ഇവര് 2 പേരും തമ്മിലുള്ള അടുപ്പം, അതായത് പ്രമോദും ശോഭനും തമ്മിലുള്ള അടുപ്പം കുറച്ചൊന്ന് ഇതാവാൻ തുടങ്ങി. അത് ഈ പ്രമോദിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. അയാള് മനസ്സിലാക്കുന്നുണ്ട്, ഇത് ഈ അരുണിമയായിട്ടുള്ള ബന്ധം കാരണമാണ് ഇവൻ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ഈ പ്രമോദിന് മനസ്സിലായിട്ടുണ്ട്. അരുണിമയും ശോഭനും തമ്മിൽ കറങ്ങാൻ പോക്കും ചുറ്റിയടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും രാത്രിയൊക്കെ ആവും തിരിച്ചു വരാന്. ഒരു ദിവസം പ്രമോദ് ശോഭന്റെ അടുത്ത് പറയാണ്, എനിക്ക് അരുണിമയെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. അപ്പൊ ശോഭൻ പറയാണ്, ഞാൻ പരിചയപ്പെടുത്തിയിട്ട് വേണോ നിനക്ക് അവളെ പരിചയപ്പെടാൻ? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ, നിനക്ക് പോയങ്ങ് പരിചയപ്പെട്ടാ പോരെ, ഞാനാണോ പരിചയപ്പെടുത്തി തരണ്ടേ അവളെ എന്ന് ഇവൻ ചോദിക്കണം. അല്ലെങ്കിൽ അരുണിമയ്ക്ക് ഈ പ്രമോദിനെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, കുറച്ചൊരു ഉൾവലിവാണ്. അവര് തമ്മിൽ അത്രയ്ക്കൊന്നും ഉള്ള അടുപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ലീവ് ദിവസം ഉച്ചയോട് കൂടിയിട്ട് ശോഭൻ മാർക്കറ്റിലേക്ക് പോയി. ആ സമയത്താണ് അരുണിമ അവരുടെ റൂമിലേക്ക് ചെന്നത്. ബെല്ലടിച്ചപ്പോ വന്ന് വാതിൽ തുറന്നത് പ്രമോദ് പറഞ്ഞ്, ശോഭൻ ഇവിടെ ഇല്ല, മാർക്കറ്റിൽ പോയിരിക്കുകയാണ്, കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അരുണിമ ആദ്യമൊന്നും മടിച്ചെങ്കിലും കയറിയിരുന്നു. കാരണം പ്രമോദ് ഒരു പാവമാണെന്നൊക്കെ അറിയാം. പ്രത്യേകിച്ച് അയാളെ കൊണ്ട് ഉപദ്രവം ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു മനസ്സിലൊരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ അരുണിമ അകത്ത് കയറി ഇരിക്കുകയാണ്. പ്രമോദ് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് ചെന്നിട്ട് പ്രമോദ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, താൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് തന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനി ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. ശോഭൻ ഇനി മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരാൻ 1-2 മണിക്കൂർ എടുക്കും. ഇനി എനിക്ക് ഇതുപോലൊരു ചാൻസ് കിട്ടില്ല എന്നിങ്ങനെ ചിന്തിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഈ അരുണിമ ഒരു മാഗസിനും വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മാഗസിൻ പിടിച്ച് മാറ്റിവെച്ച് അവൻ പെട്ടെന്ന് ഇവളെ പിടിച്ചൊരു കിസ് ചെയ്ത് ഇവളുടെ കൈ ഇരുന്ന ബാഗ് എടുത്തിട്ട് അവന് ഒറ്റയടി അങ്ങ് കൊടുത്ത്. അവനാണെങ്കിൽ ഇവളെ പിടിച്ച് ഒറ്റത്തേള്, ഇവിടെ തല വന്ന് ഭിത്തിയിൽ ഇടിച്ചിട്ട് ഇവള്
എന്തായാലും ആ തള്ളലിൽ ബോധം കെട്ടുപോയി അരുണിമ. ആ ബോധം കെട്ട് കിടന്നപ്പോ തന്നെ പ്രമോദ് അവന്റെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് തീർത്ത്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഇവക്ക് പെതുക്കെ ബോധം വരാൻ തുടങ്ങി, ചെറുതായിട്ട് കണ്ണ് തുറക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇവൻ ചിന്തിച്ച്, ഇവളിനി ജീവനോടിരുന്ന് കഴിഞ്ഞാല്, ഇവളിനി ജീവനോടിരുന്ന തനിക്ക് അത് കുഴപ്പമാണ്, താൻ കുടുങ്ങും, എന്തായാലും തനിക്കെതിരെ എന്തോന്ന് വരും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഇവൻ അവളെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊലപ്പെടുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. എതിരെ ശോഭൻ എതിരെ വരുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞ് ഒരിടത്ത് ഒളിച്ചു നിന്നേച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഒരു ബൂത്തിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു, ഇന്നതുപോലെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഇപ്പൊ വന്ന പ്രതിയെ പിടിക്കാം എന്നും പറഞ്ഞിട്ട് ഫോൺ ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതൊന്നും അറിയാതെ ശോഭൻ റൂമിലെത്തി. പുറത്ത് ചെരുപ്പ് കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അരുണിമ വന്നിട്ടുണ്ടെന്ന്. ഇവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. അരുണിമ താഴെ കിടക്കുന്നു, അതായത് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നു. പെട്ടെന്ന് ഇവൻ ചെന്നിട്ട് അരുണിമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പക്ഷെ യാതൊരു അനക്കവും ഇല്ല. അവൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഇവളുടെ മുഖത്തൊക്കെ തളിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് കുലുക്കി വിളിക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ ഇങ്ങെത്തി. എന്നിട്ടൊന്നും യാതൊരു അനക്കവും ഇല്ല, അരുണിമയ്ക്ക് യാതൊരു അനക്കവും ഇല്ല. പോലീസുകാർ വന്ന് ഇവനെ പിടിച്ചപ്പോ ഇവൻ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനല്ല ഇത് ചെയ്തത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ കരഞ്ഞു വിളിച്ച് പറയുവാണ്. പക്ഷെ ആര് കേൾക്കാൻ? ഇതെല്ലാം ഒരിടത്ത് മാറി നിന്നിട്ട് പ്രമോദ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഇവനീ കിടന്ന് നിലവിളിക്കുന്നതും ഒക്കെ ആ പ്രമോദ് ഒളിഞ്ഞു നിന്ന് കുറച്ച് അകലെ മാറി നിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇത്രയും ക്രൂരത ചെയ്ത് ശോഭന് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരു വക്കീല് പോലും മുന്നോട്ട് വന്നിട്ടില്ല. എല്ലാവരും ശോഭനെ വെറുത്തു. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ ശോഭന തെറ്റുകാരനാണല്ലോ, ഇത്രയും കൃത്യം ചെയ്ത ഒരു തെറ്റുകാരനാണല്ലോ. അതുകൊണ്ട് ഒറ്റ വക്കീല് പോലും വന്നില്ല. ഈ ശോഭന്റെ ഭാര്യയും മക്കളും എല്ലാം അവളുടെ വീട്ടിലേക്ക് പോയി. എല്ലാവരും ശോഭനെ അങ്ങ് വെറുത്ത്. അങ്ങനെ കോടതിയിൽ നിന്ന് വിധി വന്ന് ഇവനെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ തൂക്കിക്കൊല്ലാൻ 3-4 ദിവസം ബാക്കി നിൽക്കുകയാണ്. ഈ ജയിലർ ഇവനോട് ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ആവശ്യം നിനക്ക് സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയും അപ്പൊ ഇവൻ പറയുന്നത്, എനിക്ക് ഒരു ദിവസം എന്റെ വൈഫിന്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്നാണ് ഇവൻ ഈ ആഗ്രഹം പറഞ്ഞത്. അങ്ങനെ ഒരു കോൺസ്റ്റബിളിനെ ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്നിട്ട് അയാൾ ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ? അപ്പൊ ഇവള് പറഞ്ഞു, അറിഞ്ഞു സാർ, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇവൻ പറയാണ്, നിങ്ങളുടെ ഭർത്താവിനൊരു ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് കഴിയണമെന്ന്. ഇനി 3-4 ദിവസമേ ഉള്ളൂ അയാളെ തൂക്കിലേറ്റാന്. അയാളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും ഒന്ന് കഴിയണമെന്ന്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ അവർ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ വൈഫ് പറയാണ്, എനിക്ക് സമ്മതമാണ്, അയാളുടെ കൂടെ എനിക്ക് ഒരു ദിവസം കഴിയാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. ശരിക്കും ജഡ്ജി പോലും ഇത് കേട്ടിട്ട് ജഡ്ജി പോലും ഞെട്ടിപ്പോയി. കാരണം ഈ രീതിയിലൊരു കുറ്റകൃത്യം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ളൊരു കേസിലാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പോ ഒരു ഭാര്യയും ഇങ്ങനെ തയ്യാറാകില്ല. അങ്ങനെ ശോഭന്റെ ഭാര്യ ജയിലിൽ വന്നു. അവർക്ക് വേണ്ടിയിട്ട് ജയിലിന്റെ അടുത്താണ് ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ജയിലർ. കാരണം എന്ന് വെച്ചാൽ ഇവരെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു പ്രതിയെ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടെ തന്നെ റൂം സെറ്റ് ചെയ്ത് കൊടുത്ത്. ഈ ജയിലർ ആണെങ്കിൽ ഇവരറിയാതെ ജയിലർ ആ റൂമിൽ ഒരു റെക്കോർഡർ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡർ കൺട്രോൾ റൂമുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ശോഭനെ കൊണ്ടുവന്നു റൂമിലേക്ക് കയറ്റി. എന്നിട്ട് മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശോഭനും വൈഫും തമ്മിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ ഇവര് 3 പേര്, ജയിലറും കൺട്രോൾ റൂമിലെ 2 ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് ഇവരുടെ സംഭാഷണം, അങ്ങ് റൂമിൽ നടക്കുന്ന സംഭാഷണം എന്താണെന്ന് ഇവരിവിടെ ഇരുന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. അങ്ങ് റൂമില് ശോഭനും ഭാര്യയും തമ്മിൽ പരസ്പരം കണ്ണും നോക്കിയിരിക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഭാര്യ പറയാണ്, നിങ്ങൾ എന്തിനാ ഇത് ചെയ്തത്? അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടായിരുന്നോ? എന്റെ മക്കൾക്ക് അച്ഛനെങ്കിലും ഉണ്ടാവുമായിരുന്നല്ലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ എന്നും പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പൊ ഈ ശോഭൻ പറയാണ്, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, നിന്നെ മറന്നിട്ട് ഞാൻ മറ്റൊരുത്തരുടെയും പുറകെ ഞാൻ പോയിട്ടില്ല.
ശോഭൻ വൈഫിനോട് പറയാണ്, ഈ മരിച്ച അരുണിമ എന്റെ സഹപ്രവർത്തക മാത്രമല്ല, അവൾ എന്റെ സഹോദരി കൂടിയാണ്. അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയതാണ്. അവളുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണ് അവളോട് പറഞ്ഞത്, നിനക്ക് ഇന്നു മുതൽ ഒരു ചേട്ടനുണ്ട്, ഒരു ചേട്ടത്തിയമ്മ, അതായത് നീയുണ്ട് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ലീവിന് വരുമ്പോ ഞാൻ അവളെയും കൂട്ടിയിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരാനിരുന്നേതെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇവള് ഞെട്ടിപ്പോയി, അതായത് ഈ വൈഫ് ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്തത് ആരാ? അപ്പൊ ഈ ശോഭൻ പറയാണ്, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, ഇതൊക്കെ ചെയ്തത് ആ പ്രമോദാണ് ചെയ്തത്. അവനാണ് ഇതെല്ലാം ചെയ്തത്. അന്ന് അവനെ ഉള്ളായിരുന്നു വീട്ടില്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, അവനാണിത് ചെയ്തത് എന്ന് എല്ലാവരോടും ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രതിയാക്കുകയാണ് ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ഈ ശോഭന്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന 3 ഉദ്യോഗസ്ഥരുണ്ട്. അവരാണെങ്കിൽ പരസ്പരം ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ഒരു നിരപരാധിയാണോ തൂക്കി കൊല്ലാൻ പോകുന്നത് എന്നങ്ങനെ ചിന്തിക്കുവാണ് അവര്. ഈ ശോഭൻ ഈ വൈഫിനോട് പറയാണ്, എന്നെ കോടതി വിശ്വസിക്കണ്ട, നാട്ടുകാർ വിശ്വസിക്കണ്ട, വേറെ ആരും എന്നെ വിശ്വസിക്കണ്ട, പക്ഷെ നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല, നിന്നെ ചതിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിന്നെ മക്കളെ ഞാൻ ഒരിക്കലും ചതിക്കാനും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും പോയിട്ടില്ല, മറ്റൊരു വഴിക്ക് ഞാൻ പോയിട്ടില്ല. നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ശരിക്കും വൈഫാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട്, രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും പിറ്റേന്ന് കാലത്ത് തന്നെ ജയിലർ ഈ റെക്കോർഡ് മേലുദ്യോഗസ്ഥർക്ക് കൊണ്ടു കൊടുത്തു. അവർ കേട്ടുടനെ, അതായത് ജഡ്ജ് കേട്ടുടനെ തന്നെ ഈ വധശിക്ഷ സ്റ്റേ ചെയ്തു, തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു. എന്നിട്ട് ഈ കേസിന്റെ പുനരന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. തുടർ അന്വേഷണത്തിൽ പ്രമോദിനെ ചോദ്യം ചെയ്തു. പ്രമോദ് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. താനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പ്രമോദ് എല്ലാവരുടെയും മുന്നിൽ പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ശോഭന്റെ കേസും വധശിക്ഷയൊക്കെ റദ്ദ് ചെയ്ത് നല്ലൊരു തുക ഗവൺമെന്റിൽ നിന്ന് നഷ്ടപരിഹാരവും കിട്ടി. ശോഭൻ പുറത്തേക്ക് ഇറങ്ങി ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജയിലർ ഒറ്റ ഒരാൾ കാരണമാണ് ഇന്ന് ഈ ശോഭൻ പുറത്ത് ഇറങ്ങാൻ കാരണം. ഒരിക്കലും ഒരു ജയിലർമാര് പോലും ഈ ഒരു രീതി സമ്മതിക്കില്ല. മറ്റെന്താവശ്യങ്ങളും നടത്തി കൊടുക്കുമായിരിക്കാം, പക്ഷെ ഇതുപോലൊരു ആവശ്യം ഒരിക്കലും ആരും ചെയ്തു കൊടുക്കില്ല. എന്തായാലും ആ ജയിലർ കാരണം ഒരു നിരപരാധി ഇന്നും ജീവനോടിരിക്കുന്നു. ഇല്ലെങ്കിൽ ആ ഒരു നിരപരാധി ഇപ്പൊ മണ്ണിനടിയിൽ പോയേനെ. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.